ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട്. 200 ഗ്രാം കടലപ്പരിപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഇതൊന്ന് കുതിർത്ത് വെക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിത് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ കുതിർത്താൻ വെക്കണം. പരിപ്പ് ഇവിടെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. കടലപ്പരിപ്പ് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ്. ഇതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ പിന്നെ ചെറിയ ക്യാരറ്റാണുള്ളതെന്ന് വെച്ചാൽ 2 എടുക്കുക. ഇതിപ്പം വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ 1 എടുത്തത് കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഒരു ചെറിയൊരു കഷ്ണം കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലാവാൻ പാടില്ല കേട്ടോ. നമ്മളിത് മധുരത്തിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കടലപ്പരിപ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. നമ്മളിങ്ങനെ കയ്യിൽ നിൽക്കുന്ന സമയത്ത് ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തണിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിയുണ്ട്, അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. പാകത്തിലുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് അടിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടി അടിയാനുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മളിതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒരു ചെറിയ കഷ്ണം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത്രയും മതിയാവും. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇത് ഒന്നും കൂടി നല്ലോണം അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 10 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾ ജാർ എടുക്കുന്ന സമയത്ത് വലിയ ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലാണ് നമുക്ക് മുഴുവനായിട്ടും അടിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ 10 മുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു പാന് ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു കേട്ടോ. ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അടിയിൽ ആ ഒരു കറുപ്പ് കളർ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടായ ആ ഒരു പൗട്ടിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടിയിൽ തീ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു തട്ട് നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് മൂടി വെച്ച് കൊടുക്കുക. മൂടിൻ്റെ ആ ഒരു ഹോളില്ലേ, അതും ഒന്ന് അടച്ച് കൊടുക്കട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കട്ടോ. അരമണിക്കൂർ തന്നെ ഇത് സെറ്റായിട്ട് വരും. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ചൂടാറിയതിന് ശേഷം നമ്മളിത് പോട്ടിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പോളയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്.
അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പോള ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്, ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.